ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ബഹിരാകാശ പര്യവേഷണത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭൂമിയിലായാലും ഭൂമിക്ക് പുറത്തായാലും എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല താപനില. ഇപ്പോൾ ഭൂമിയുടെ താപനില എന്ന് പറയുന്ന ശരാശരി നമ്മൾ ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 16 ഡിഗ്രി സെൽഷ്യസിന് അടുപ്പിച്ച് വരും. ഗ്ലോബൽ വാർമിംഗ് കാരണം അത് കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭൂമിക്ക് പുറത്തെ സാഹചര്യം അതല്ല. നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള ഫ്രീസിംഗ് പോയിന്റിനേക്കാൾ താഴെ വരുന്ന തണുപ്പും നമുക്ക് അപ്രതീക്ഷിതമെന്ന് തോന്നാവുന്ന അത്ര കഠിനമായിട്ടുള്ള ചൂടും ഒക്കെ തന്നെ സ്പേസിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ചന്ദ്രയാൻ 3 നമ്മൾ സെപ്റ്റംബർ 3 ഗവേഷകർ സ്ലീപ്പ് മോഡിലേക്ക് കൊണ്ടുപോയതിനുള്ള പ്രധാനപ്പെട്ട കാരണം ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സൗത്ത് പോളിനടുത്തുള്ള പ്രദേശത്തെ ഈ വെയിലിൻ്റെ സാഹചര്യം, സൂര്യപ്രകാശം കിട്ടുന്നൊരു സാഹചര്യം ഇല്ലാതായി എന്നുള്ളതാണ്. അതായത് ഭൂമിയിൽ നമ്മൾ 24 മണിക്കൂർ കൊണ്ട് രാവും പകലും കഴിയുമെങ്കിൽ ചന്ദ്രനിൽ 14 ദിവസമാണ് ഒരു സ്ഥലത്ത് പകൽ കിട്ടുക. ഏകദേശം 14 ദിവസം ആ സ്ഥലത്ത് രാത്രിയും കിട്ടും. പകലുള്ള സ്ഥലത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടും സൂര്യപ്രകാശവും ഒക്കെ ഉണ്ടെങ്കിലും രാത്രി ആയിക്കഴിഞ്ഞാൽ കൊടും തണുപ്പാണ്. കൊടും തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ തണുപ്പ്, നമ്മുടെ ഉപകരണങ്ങളൊക്കെ തന്നെ കംപ്ലൈൻ്റ് ആയി പോകുന്ന തണുപ്പാണ് അത്തരം സ്ഥലങ്ങളിൽ സാധാരണ കിട്ടാറുള്ളത്. അതുകൊണ്ട് ISRO ഗവേഷകർ ചെയ്തത് അത് ഇറങ്ങിക്കഴിഞ്ഞ് 14 ദിവസം കൊണ്ട് പരമാവധി ഡാറ്റ കളക്ട് ചെയ്യുക. പിന്നീട് 14 ദിവസം കടന്നു വരുന്ന അതികഠിനമായിട്ടുള്ള തണുപ്പും ഇരുട്ടുമൊക്കെ തന്നെ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ എല്ലാത്തിനെയും ഒന്ന് ഓഫാക്കിയിട്ട് ആനിനെ മാത്രം ഒന്ന് ഓണാക്കി വെച്ചിട്ട് അതിൻ്റെ പാട്ടിന് വിടുക. എന്നിട്ടൊരു സെപ്റ്റംബർ 22, 23 ആകുന്ന സമയത്ത് സൂര്യപ്രകാശം വീണ്ടും അവിടെ സൂര്യോദയമുണ്ടായി എത്തുകയും ബാറ്ററി ചാർജ് ചെയ്ത് ഇതൊക്കെ ഉണർന്നു വരുമോ, ഇതൊക്കെ ആക്ടിവേറ്റ് ആകുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെ സൂര്യപ്രകാശം അടിക്കുന്നോ അവിടെ ഒരു 100-150 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ജലം തിളയ്ക്കുന്നതിനേക്കാൾ കൂടിയ ചൂടായിരിക്കും കിട്ടുക. കാരണം സൂര്യപ്രകാശം എന്ന് പറയുന്നത് അതികഠിനമാണ്. അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് എവിടെ വന്ന് ഇടിക്കുന്നുവോ ആ ഇടിക്കുന്ന സ്ഥലത്തുള്ള മോളിക്യൂളുകളെ വൈബ്രേറ്റ് ചെയ്യിച്ചാണ് ചൂടുണ്ടാകുന്നത്. ഈ ചൂടാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതേസമയം തണുത്ത സ്ഥലങ്ങളാണെങ്കിലോ ചൂട് പിടിച്ചേർത്ത അന്തരീക്ഷമില്ല. ഭൂമിയിൽ നമുക്ക് അന്തരീക്ഷവും മഴമേഘങ്ങളും പൊടിപടലങ്ങളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പകൽ സമയത്ത് ഒരു പരിധിയിലധികം ചൂടിനെ കടത്തി വിടത്തുമില്ല. കുറേയൊക്കെ പിടിച്ചു വയ്ക്കും, കുറേയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. രാത്രി സമയത്ത് നമുക്ക് ചൂട് തരികയും ചെയ്യും. അതുകൊണ്ടാണ് അധികം ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് രാത്രി നമുക്ക് അനുഭവപ്പെടാത്തത്. പക്ഷേ ചന്ദ്രനിൽ എവിടെ പകൽ അവിടെ ചുട്ടുപൊള്ളും, എവിടെ രാത്രി അല്ലെങ്കിൽ നിഴൽ അവിടെ കൊടും തണുപ്പും. നമ്മുടെ ഉപകരണങ്ങളൊക്കെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് സെമി കണ്ടക്ടറുകളുടെ സഹായത്തോടു കൂടിയാണ്. ചിപ്പുകളൊക്കെ തന്നെ സെമി കണ്ടക്ടർ അടങ്ങിയവയാണ്. അവയ്ക്ക് ഒരു -40 ഡിഗ്രിയൊക്കെ പരമാവധി സഹിക്കാൻ പറ്റിയാലായി. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിപ്പോകും. അതുപോലെ തന്നെ പല ലോഹങ്ങളും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ചൂടുള്ളതുകൊണ്ടാണ്. അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ബ്രിട്ടിലായി പോവുകയോ അതിൻ്റെ കണ്ടക്ടിവിറ്റി പോലെയുള്ള കാര്യങ്ങളെ ബാധിക്കുകയോ ഒക്കെ ചെയ്യും. അതായത് പേലോഡുകൾ പലതും തണുത്തു പോയ സാഹചര്യത്തിൽ പിന്നെ ഉണർന്നു വരാൻ ചൂടായാലും കഴിയണമെന്നില്ല. ഇനി അഥവാ കൃത്യമായൊരു ചൂട് കിട്ടാതെ ഉപകരണം നമ്മൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ പിന്നീട് വർക്ക് ചെയ്യണമെന്നുമില്ല. സെപ്റ്റംബർ 22 വിക്രം ലാൻഡറിനെ ഉണർത്താൻ ശ്രമിക്കുമെന്ന് ISRO പറഞ്ഞിരുന്നെങ്കിലും അത് ഡിലേ ചെയ്യിക്കുന്നത് ബാറ്ററിയുടെ ചാർജ് ഫുള്ളാകാനും അതിനുശേഷം ഇതിനെ ഒന്ന് ഉണർത്തി നോക്കാനുമാണ്. ഇൻ കേസ് നമ്മുടെ വീട്ടിൽ തണുത്ത രാത്രികൾ കഴിഞ്ഞ് പണ്ട് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 35% ബാറ്ററി ലോസ്, ചാർജിന് ലോസ് ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ പ്രശ്നം ഇതല്ല. നമ്മളല്ലാതെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് 6 മാസമോ 1 വർഷമോ ഒക്കെ തന്നെ ഗവേഷണങ്ങളും പര്യവേഷണം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവയിൽ സെറ്റ് ചെയ്തിരുന്നു. അതിൽ ചൂട് നിലനിർത്താനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി വച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വാഹനങ്ങൾക്കകത്ത് ചൂട് നിലനിർത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ. ആ പേരിലെ ഓരോന്നും എടുത്തു വെച്ചാൽ നമുക്കതിനെ ഒന്ന് ബ്രീഫായിട്ട് അറിയാൻ പറ്റും. റേഡിയോ ഐസോടോപ്പ് റേഡിയേഷൻ പുറത്തുവിടുന്ന മൂലകങ്ങൾ, തെർമോ ഇലക്ട്രിക് ചൂട്, വൈദ്യുതി, അതൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സാധനം. അതായത് ഇപ്പോൾ ചന്ദ്രയാൻ 3 ഇല്ലാതിരുന്നത്, വിക്രം ലാൻഡറിൽ ഇല്ലാതിരുന്നതും എന്നാൽ ചന്ദ്രനിൽ തൊട്ടു മുമ്പ് ഇറങ്ങിയ ചൈനയുടെ പേടകത്തിന് വരെ ഉണ്ടായിരുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ. നമ്മൾ ചിലവ് കൊണ്ടും നമ്മുടെ പേടകത്തിൻ്റെ സ്ട്രക്ചർ കൊണ്ടും സാഹചര്യം കൊണ്ടും അത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. വിക്രം ലാൻഡർ ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രനിൽ ഇറങ്ങാൻ ശ്രമിച്ച റഷ്യയുടെ ഒരു പേടകമായിരുന്നു ലൂണ 25. ഈ ലൂണ 25ൻ്റെ പ്രവർത്തന സമയം 14 ദിവസം ആയിരുന്നില്ല. അവർ ഏകദേശം 6 മാസത്തോളം അത് പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിലും റേഡിയോ ഐസോടോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ലൂണ 25 തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ റേഡിയേഷൻ കാണാം. പ്ലൂട്ടോണിയം 238ൻ്റെ റേഡിയേഷൻ കാണാം. ഇനി ഞാൻ അതിൻ്റെ കഥയിലേക്ക് വരാം. ചന്ദ്രയാൻ 3 ഉറക്കം ഉണരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. RTGs പ്രത്യേകിച്ച് പ്ലൂട്ടോണിയം 238ൻ്റെ റേഡിയേഷൻ പുറത്തു വിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചൂട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററികളിൽ 2 പർപ്പസാണുള്ളത്. ഒന്ന്, ഇത്രയും നേരം പറഞ്ഞ ചൂട് ഉൽപ്പാദനം. 2,
വൈദ്യുതി ഉൽപ്പാദനം. നമ്മൾ കാണുന്ന എല്ലാ ബഹിരാകാശ ഗവേഷണ പേടകങ്ങളിലും സോളാർ പാനലുകൾ കാണാറില്ല. ഭൂമിയെ ചുറ്റുന്ന പേടകങ്ങളിൽ നമ്മൾ സോളാർ പാനൽ വെക്കാറുണ്ട്. വിക്രം ലാൻഡറിൽ നമ്മൾ സോളാർ പാനൽ കണ്ടു. ലൂണ 25ലും നമ്മൾ സോളാർ പാനൽ കണ്ടു. ചന്ദ്രയാൻ 2ൻ്റെ ഓർബിറ്ററിലും സോളാർ പാനലുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ ക്യൂരിയോസിറ്റി, പെർസെവറൻസ് എന്നീ പറയുന്ന റോവറുകൾ ചൊവ്വയിലേക്ക് പോയപ്പോൾ അതിൽ സോളാർ പാനൽ പടത്തിലൊന്നും കാണാൻ കഴിയില്ല. ശനിയെയും ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റനെയും പഠിക്കാനായിട്ട് നാസ വിക്ഷേപിച്ച കാസിനി ഹൈജൻസ് എന്ന് പറയുന്ന പേടകത്തിൽ സോളാർ പാനലിൻ്റെ ഒരു അംശം പോലുമില്ല. നമ്മുടെ എല്ലാം തന്നെ അത്ഭുതത്തിലാക്കി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന വോയേജർ പേടകത്തിൽ നമ്മൾ സോളാർ പാനൽ കണ്ടിട്ടില്ല. പ്ലൂട്ടോയെ പഠിക്കാൻ വേണ്ടി വിക്ഷേപിച്ച ന്യൂ ഹൊറൈസൺസിലും സോളാർ പാനൽ ഇല്ല. അതായത് സൂര്യപ്രകാശം കൃത്യമായി ലഭ്യമാകുന്ന, ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ തണുത്തു പോകുമെന്ന് പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പേടകങ്ങളിലാണ് നമുക്ക് സോളാർ പാനൽ എഫക്റ്റീവ്ലി ഉപയോഗിക്കാൻ കഴിയുക. അല്ലാത്ത സ്ഥലങ്ങളിൽ കിലോഗ്രാം കണക്കിന് റേഡിയേഷൻ അടങ്ങിയ അല്ലെങ്കിൽ റേഡിയേഷൻ പുറത്തുവിടാൻ കഴിയുന്ന പ്ലൂട്ടോണിയം, യുറേനിയം പോലെയുള്ള മൂലകങ്ങളെ നമ്മൾ ആശ്രയിക്കും. പ്രധാനമായിട്ടും പ്ലൂട്ടോണിയത്തെ ആശ്രയിക്കും. ഇനി ഈ പ്ലൂട്ടോണിയം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന RTGകളെ നമുക്ക് പരിചയപ്പെടാം. ഇതിൽ പ്രധാനമായിട്ടും ചൊവ്വയിൽ പോയ ക്യൂരിയോസിറ്റി, പെർസെവറൻസ് എന്നിവയിലുള്ളത് മൾട്ടി മിഷൻ റേഡിയോ ഐസോട്ടോപ്പ് തെർമൽ ഇലക്ട്രിക് ജനറേറ്ററുകളാണ്. ഇപ്പോൾ മൾട്ടിമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രധാനമായിട്ടും സെൻറ്റർ ഭാഗത്ത് ഇൻസുലേഷൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ സ്റ്റോക്കിൽ നമ്മൾ റേഡിയേഷൻ പുറത്തുവിടാൻ കഴിയുന്ന പ്ലൂട്ടോണിയത്തെ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് റേഡിയേഷൻ പുറത്തുവിട്ട് മറ്റു മൂലകങ്ങളായി മാറുന്ന സമയത്ത് ചൂടാകുന്നു. ഈ ചൂടിനെ ഉപകരണങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ട് അവിടെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടി ചില പ്ലേറ്റുകൾ സ്ഥാപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൂട് പുറത്ത് വിടുമ്പോൾ ഒരു പ്ലേറ്റ് ചൂടും ഒരു പ്ലേറ്റ് തണുപ്പുമാണെങ്കിൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനെ വൈദ്യുതിയാക്കി മാറ്റാൻ സാധിക്കുന്ന ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വർഷങ്ങളോളം ഈ റേഡിയേഷൻ പുറത്ത് വിടുന്നതിനനുസരിച്ച് തെർമോകപ്പിളുകൾക്കിടയിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യാനും വാഹനത്തെ പ്രവർത്തിപ്പിക്കാനും കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചൊവ്വയിൽ പോകുന്ന ഒരു റോവറിന് തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ ഇല്ലെങ്കിൽ ചൊവ്വയിൽ ശക്തമായ പൊടിക്കാറ്റ് കാരണം അതിലുള്ള സോളാർ പാനലുകളൊക്കെ തന്നെ പൊടിയടിച്ച് കംപ്ലൈൻ്റ് ആയി പോവുകയും തത്ഫലമായിട്ട് നമുക്ക് ഒരുപാട് വർഷം ഉപയോഗിക്കാനും കഴിയില്ല. എന്നാൽ ക്യൂരിയോസിറ്റി വർഷങ്ങളോളം പ്രവർത്തിച്ചു, പെർസെവറൻസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകളാണ് പ്രധാനമായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ കാസിനി ഹൈജൻസിൽ അതായിരുന്നു, വോയേജറിൽ ഇപ്പോഴും പവർ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇതിനേക്കാൾ ലൈഫ് കിട്ടാൻ സാധ്യതയുള്ള എൻഹാൻസർ ആയിട്ടുള്ള തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നാസ. അപ്പോൾ അങ്ങനെയാണ് ഇനി ഭാവിയിലെ മിഷനുകൾ ചന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ ISROയും ചെയ്യുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചൂടും തണുപ്പും നോക്കിയിട്ട് നമ്മുടെ ലക്ക് നോക്കുകയല്ല ലക്ഷ്യം, വർഷങ്ങളോളം പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ കമ്പോണന്റുകളെ അഡ്ജസ്റ്റ് ചെയ്യണം. പെർസെവറൻസ് റോവറിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബേക്ക് ഭാഗത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വലിയൊരു ഇലക്ട്രിക് ജനറേറ്ററാണ് ഉള്ളതെങ്കിലും, ഞാൻ ഈ പറഞ്ഞ RTG ആണ് ഉള്ളതെങ്കിലും, കാസിനി ഹൈജൻസിലൊക്കെ അതിൻ്റെ ഓരോ സ്ഥലത്തും പല എണ്ണം RTGകൾ സ്ഥാപിക്കുകയും ഓരോ കമ്പോണന്റിന് ആവശ്യമായിട്ടുള്ള ചൂട് അതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുകയും വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, സ്പേസിലേക്ക് പോകുന്ന ആസ്ട്രോനോട്ടുകൾക്ക് വെയിലടിക്കുന്ന ഭാഗത്ത് കൊടും ചൂടും വെയിൽ കിട്ടാത്ത ഭാഗത്ത് കൊടും തണുപ്പുമല്ലേ, അവരെങ്ങനെ അതിജീവിക്കുന്നു? പോട്ടെ, മനുഷ്യനെ ചന്ദ്രനിലിറക്കി എന്ന് പറയുമ്പോൾ അപ്പോളോ യാത്രികർ എങ്ങനെയാണ് ഈ ചൂടിനെയും തണുപ്പിനെയും അതിജീവിച്ചത്? പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, അപ്പോളോ മിഷനിൽ ആസ്ട്രോനോട്ടുകൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയതെല്ലാം തന്നെ പകൽ സമയത്താണ്, ചന്ദ്രനിലെ പകൽ സമയത്താണ്. മണിക്കൂറുകൾ മാത്രം ചെലവഴിച്ചിട്ട് അവർ തിരികെ വരികയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അതായത് നല്ല ചൂടടിക്കുന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. അപ്പോൾ അവരുടെ സ്യൂട്ട് ഉരുകി പോയില്ലേ? ഇല്ല. നമ്മൾ കാണുന്ന സ്പേസ് സ്യൂട്ട് അതിൻ്റെ സർഫസിലുള്ള വെളുത്ത ഭാഗം മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ പല ലെയറുകളായിട്ട് പലതരത്തിലുള്ള സേഫ്റ്റി മെഷറുകളുണ്ട്. മനുഷ്യൻ്റെ ശരീരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ലെയറിൽ ഒരുപാട് ട്യൂബുകളും ആ ട്യൂബിലൂടെ തണുത്ത ജലം പോലെയുള്ള വസ്തുക്കൾ ഒഴുകി മനുഷ്യ ശരീരത്തെ തണുപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും അടങ്ങിയിട്ടുണ്ട്. മർദ്ദം നിലനിർത്തുക, അതിശക്തമായിട്ടുള്ള തണുപ്പിനെ ചെറുക്കുക, ചൂടിനെ ചെറുക്കുക, ഈ ടെമ്പറേച്ചർ ഡിഫറൻസിൽ തകർന്നു പോകാതിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഓക്സിജൻ ആവശ്യമായിട്ടുള്ള സപ്ലൈ കൊടുക്കുക, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെ അതേപടി നിലനിർത്താൻ കഴിയുന്ന സ്പേസ് സ്യൂട്ടുകളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. പുതിയതായിട്ട് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകാനായിട്ട് അയക്കാനിരിക്കുന്ന ആർത്തമിസ് മിഷനിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സ്പേസ് സ്യൂട്ടുകൾ നാസ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ നമ്മളൊരു കോളനി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് 14 ദിവസം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നമുക്ക് ചെറിയ മിഷനുകളിലൊക്കെ തന്നെ റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ പോലെയുള്ള പദാർത്ഥങ്ങൾ, ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകാം. ഒരു വലിയ സ്പേസ് സ്റ്റേഷൻ എങ്ങനെ ചൂടാക്കി നിലനിർത്തും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുതന്നെയാണ് ചന്ദ്രനിലേക്ക് പോകാൻ ഇരിക്കുന്ന കോളനി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ചൂടുള്ള സമയങ്ങളിൽ അത്രയും ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ മാത്രമേ ചന്ദ്രനിൽ ഉപയോഗിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ തണുപ്പ് വരുന്ന സമയത്ത് തണുത്തുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തിക്കാത്ത ഉപകരണങ്ങളാണെങ്കിൽ ആ കോളനിക്ക് നിലനിൽക്കാനോ മനുഷ്യന് പിന്നീട് തിരിച്ചു വരാനോ സാധിക്കില്ല. അത്രയും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് സത്യത്തിൽ ചന്ദ്രനിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട
വസ്തുത. ഇനി പെർസെവറൻസിൻ്റെ കൂടെ നമ്മളൊരു ഇൻജിനിറ്റി എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ അയച്ചിരുന്നു. ഈ ഹെലികോപ്റ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു? അതിനകത്ത് ഇതുണ്ടായിരുന്നു. സത്യത്തിൽ ഇൻജിനിറ്റിക്ക് അകത്തുള്ള ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ചെറിയ ആ ഒരു സ്ക്വയർ കമ്പാർട്ട്മെൻറ്റ് ചൂടാക്കി നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള കവചം അതിലുപയോഗിച്ചിരുന്നു. ചൂട് പുറത്തേക്ക് നഷ്ടപ്പെടാതെ ആ പേടകത്തിനകത്തുള്ള മോട്ടോറും മറ്റ് പദാർത്ഥങ്ങളും സോളാർ പാനൽ വഴി തന്നെ ചാർജ് ചെയ്യുന്ന ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ചൂടാക്കി നിലനിർത്താൻ ആ ചെറിയ കുഞ്ഞൻ വാഹനത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇൻജിനിറ്റി ചൊവ്വയിൽ ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സോളാർ പാനലുകളാണ് പ്രധാനമായിട്ടും ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾക്കുള്ളത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ പറ്റുമോ? ഇല്ല. ശീതയുദ്ധ സമയത്ത് നമ്മുടെ ഭൂമിയിലെ ഈ പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റുകളുമായിട്ട് റേഡിയേഷൻ അടങ്ങിയ പദാർത്ഥങ്ങളുമായിട്ട് വിക്ഷേപിച്ച ഒരുപാട് പേടകങ്ങളും സാറ്റലൈറ്റുകളും ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ കോസ്മോസ് 954 എന്ന് പറയുന്നത് ഒരു പ്രശ്നവും ഉണ്ടാക്കി. അത് ഞാൻ പറയാം. അമേരിക്കയും സോവിയറ്റ് യൂണിയനുമാണ് ഏറ്റവും കൂടുതൽ ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ അടങ്ങിയ പദാർത്ഥങ്ങൾ ബാറ്ററിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പേടകങ്ങളെ വിക്ഷേപിച്ചത്. അവയൊക്കെ തന്നെ സ്പൈ ആവശ്യത്തിന് വേണ്ടിയാണ്. കാരണം ഈ റേഡിയോ ഐസോട്ടോപ്പുകളാകുമ്പോൾ അതിന് കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫലമായി ഓപ്പറേഷനുകൾ നടത്താനും സ്പൈയിങ് പോലെയുള്ള കാര്യങ്ങൾ നടത്താനും ഒക്കെ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേടകങ്ങൾ അയച്ചു. അമേരിക്ക അയച്ചു, സോവിയറ്റ് യൂണിയൻ അയച്ചു. രണ്ടുപേരും റെസ്പോൺസിബിളാണ്. പക്ഷേ അതിൽ കോസ്മോസ് 954 എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ ഒരു റേഡിയേഷൻ കമ്പാർട്ട്മെൻറ്റ് അടങ്ങിയ സാറ്റലൈറ്റ് ഭൂമിയിലെ കാനഡയിലേക്ക് തിരികെ വീഴുകയും അവസാനം കാനഡയ്ക്ക് അത് വൃത്തിയാക്കി എടുക്കേണ്ട ആവശ്യകതയൊക്കെ ഉണ്ടായി. ജപ്പാൻ കടലിനടുത്ത് ഒരു എൻറ്റയർ റേഡിയോ ഐസോട്ടോപ്പ് അടങ്ങിയ റോക്കറ്റ് വന്ന് തകർന്നു വീണ് കടലിനടിയിലേക്ക് ഈ റേഡിയേഷൻ പോയ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പിന്നീടും തിരികെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 1983 വീണ സോവിയറ്റ് യൂണിയൻ്റെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെറിയ 1-2 കിലോഗ്രാം അല്ല, 100 കണക്കിന് കിലോഗ്രാം ഭാരമുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ അടങ്ങിയ സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്നതിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയൻ കണക്കായിരുന്നു. പക്ഷേ അമേരിക്കയുടേതൊക്കെ തന്നെ ഒരു ഹയർ ഓർബിറ്റിൽ കറങ്ങുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ പലതും ഇപ്പോഴും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവയൊന്നും ഓപ്പറേഷണൽ അല്ല. പക്ഷേ വിദൂര ഭാവിയിലൊക്കെ തന്നെ അത് ഭൂമിയിലേക്ക് തിരികെ വീഴും. മുകളിലേക്ക് പോകുന്ന എല്ലാം ഒരു കാലത്ത് താഴെ തന്നെ വന്നേ പറ്റൂ. അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഈ റേഡിയേഷൻ അടങ്ങിയ പദാർത്ഥങ്ങളുണ്ട്. അവയെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യവാസമുള്ള, ചിലപ്പോൾ കുടിക്കാൻ നമ്മൾ വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നതിൽ വരെ റേഡിയേഷൻ അടങ്ങിയ പദാർത്ഥങ്ങൾ വന്ന് വീണുകൂടായികയില്ല. അതിനൊക്കെ തന്നെ അന്താരാഷ്ട്ര സമൂഹം ഇവരോട് എന്നാണ് കണക്ക് ചോദിക്കുക എന്നുള്ളതേ ചിന്തിക്കാനുള്ളൂ. അപ്പോൾ ഇത് അപകടമാണ്. നമ്മൾ ഇപ്പം ചൊവ്വയിലേക്ക് അയച്ചാലും ശനിയിലേക്ക് അയച്ചാലും ഭൂമിയിൽ നിന്ന് ഈ റോക്കറ്റ് കുതിച്ചു പൊങ്ങുന്ന സമയത്ത് അത്രയ്ക്ക് സുരക്ഷിതമല്ല എങ്കിൽ ഭൂമിയിൽ തന്നെ തിരികെ വീഴും. അപ്പോൾ അത്രത്തോളം സക്സസ്ഫുൾ റേറ്റ് ഉള്ളത് കൊണ്ട് ഇതൊക്കെ സ്പേസിന് പുറത്തെത്തിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്ന കാര്യങ്ങളിൽ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം. തണുപ്പും ചൂടും ഒക്കെ ഗവേഷണത്തിൻ്റെ ഭാഗമാണ്. അത്രയും സേഫ്റ്റി മെഷറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ റേഡിയേഷൻ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഒരു സമീപ ഭാവിയിൽ വരെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി നാസയ്ക്ക് കുറേ കാലം റേഡിയേഷൻ അടങ്ങിയ അല്ലെങ്കിൽ റേഡിയേഷനിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം യുറേനിയം ഒന്നും കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഡീപ് സ്പേസ് മിഷനുകൾ നാസ കുറേ കാലം ഹോൾട്ട് ചെയ്ത് വെച്ചത്. പക്ഷേ നിലവിൽ അതിനുള്ള അംഗീകാരം കൊടുക്കുകയും നാസ പല മിഷനുകളിൽ അത് ഉപയോഗിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ബഹിരാകാശ യാത്രയിൽ പല അത്ഭുതങ്ങളും ടെക്നോളജികളും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ലോകരാജ്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പല പ്രശ്നങ്ങളെയും അതിജീവിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.